LDF സർക്കാരിന്റെ അവകാശ നിഷേധത്തിനെതിരെയും ജനദ്രോഹ നടപടികൾക്കെതിരെയും കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജീവിത സമരയാത്ര നടത്തും. സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ നയിക്കുന്ന ജാഥ 9-ന് കാസർഗോഡ് നിന്നും പ്രയാണം തുടങ്ങി മാർച്ച് 13-ന് മലപ്പുറത്ത് സമാപിക്കും. ഡ്രീം ഫ്ലവർ IVF സെന്റർ കേരളത്തിലാദ്യമായി AI എംബ്രിയോസ്കോപ്പി സാങ്കേതികവിദ്യയിലൂടെ വന്ധ്യതാ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിച്ച 14 വർഷത്തെ പാരമ്പര്യം, 10,000-ലധികം പുഞ്ചിരികൾക്ക് സാക്ഷ്യം വഹിച്ച മികവ്. ഇപ്പോൾ വെറും 60+ മെഡിസിൻ IVF പാക്കേജ് ഡ്രീം ഫ്ലവറിൽ മാത്രം. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കാസർഗോഡ്. മാർച്ച് 9 മുതൽ 13 വരെ സംസ്ഥാന തലത്തിൽ കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജീവിത സമരയാത്ര നടത്തും. സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ നയിക്കുന്ന ഉത്തരമേഖലാ ജാഥ കാസർഗോഡ് മുതൽ മലപ്പുറം വരെയാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് T വിനയദാസനാണ് ജാഥ മാനേജർ. സർക്കാരിന്റെ അവകാശ നിഷേധവും ജനദ്രോഹ നടപടികളും പൊതുജനമധ്യേ തുറന്നുകാട്ടുവാനാണ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലുള്ള ഈ ജീവിത സമരയാത്ര. 9-ന് രാവിലെ 9:30-ന് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ഉത്തരമേഖലാ ജാഥ ആരംഭിക്കുമെന്നും KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്യുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ അടക്കം വിവിധ സഹോദര സംഘടനാ പ്രതിനിധികൾ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കും. 11 മണിക്ക് ഉദുമയിലും 11:30-ന് കാഞ്ഞങ്ങാടും 12:30-ന് തൃക്കരിപ്പൂരും ജാഥയ്ക്ക് സ്വീകരണം നൽകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങൾ 10 വർഷമായി, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ പിണറായി സർക്കാരിന്റെ ആദ്യ വർഷം, രണ്ടാം ഊഴം, ഈ 10 വർഷമായിട്ട് ഈ സംഘം എന്ന് പറയുന്നത് കേരളത്തിൽ പ്രക്ഷോഭരംഗത്തായി നിരന്തര നിലയായിരുന്നു. ഒരുപക്ഷെ ചരിത്രത്തിൽ ഇതപര്യന്തമുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയധികം പെൻഷൻകാരോട് അവഗണന കാണിച്ച, അവകാശങ്ങൾ നേടിയെടുത്തത്, നിലവിലുള്ളത് അവ സംരക്ഷിക്കപ്പെടാണ്ട് നൽകാതെ പൂർണ്ണമായിട്ടും അവഗണിച്ച ഒരു 10 വർഷമായി കടന്നുപോയത്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നത്തിലുപരി ഈ സംസ്ഥാന സർക്കാരിന്റെ ചെയ്തികളെ, കെട്ടുകാര്യസ്ഥതയെ, എന്തുകൊണ്ട് ഒരു ഭരണമാറ്റം കേരളത്തിൽ വേണം, ഞങ്ങളും രാഷ്ട്രീയം പറയുന്നതല്ല എങ്കിലും രാഷ്ട്രീയം തന്നെയാണ്, ഒരു ഭരണമാറ്റം കൂടിയ രീതിയിൽ നിന്ന് പെൻഷൻകാർ വിശ്വസിക്കുന്നത് 10 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന വ്യഥകളിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ജാഥയുടെ പ്രധാന ലക്ഷ്യങ്ങൾ, ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, വിവരിക്കുന്നില്ല. ഒരുപാട് ആവശ്യങ്ങളും അവകാശങ്ങളും നിരന്തരമായിട്ട് സൂചിപ്പിച്ചിട്ടും നൽകാത്തൊരവസ്ഥയിൽ അത് നേടിയെടുക്കണം. അത് നൽകുന്ന ഒരു സർക്കാരിന്റെ ഉദയം, വരവ് ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അതുപോലെ തന്നെ ഈ സർക്കാരിന് അവർക്ക് അനുഭവപ്പെടേണ്ടി വരുന്ന ഒരുപാട് കഷ്ടപ്പാടുകൾ, അതൊക്കെ നിരത്തിക്കൊണ്ട് പൊതുജനങ്ങളുമായിട്ട് സംവദിച്ചുകൊണ്ടുള്ള ഒരു ജാഥ പ്രയാണമാണ് 3 മേഖല തിരിച്ച് ഞങ്ങൾ നടത്തുന്നത്. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി PC സുരേന്ദ്രൻ നായർ, ജില്ലാ പ്രസിഡന്റ് MK ദിവാകരൻ, സെക്രട്ടറി KP ബാലകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി മെമ്പർ P ദാമോദരൻ നമ്പ്യാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി MK ചന്ദ്രശേഖരൻ നായർ, വനിതാ ഫോറം സംസ്ഥാന പ്രസിഡന്റ് K സരോജിനി, കാസർഗോഡ് നിയോജക മണ്ഡലം സെക്രട്ടറി K സീതാരാമ മല്ലം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.